ഹലോ. കുറച്ച് നാൾ മുന്നേ എന്ന് പറയുമ്പോൾ അത്രയൊന്നും ആയിട്ടില്ല. അന്ന് ട്രെൻഡിങ് ആയ ഒരു ഐറ്റം ആയിരുന്നു ടിഷ്യൂ പേപ്പേഴ്സ് വെച്ചിട്ടുള്ള റോസ് ഫ്ലവർ. ഇത് ട്രെൻഡിങ് ആയ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താ നമുക്കിപ്പോൾ ട്രൈ ചെയ്യാലോ. ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, പക്ഷെ ഇതിന്റെ ഫൈനൽ റിസൾട്ട് കാണാൻ നല്ല ഭംഗിയാണ്. കുറച്ചധികം ടിഷ്യൂ പേപ്പർ എടുക്കുക, എന്നിട്ട് ഒരു ഗ്ലാസ്സിൽ പെയിന്റ് ആക്കിയതിന് ശേഷം ടിഷ്യൂ പേപ്പറിന്റെ മേലൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് സർക്കിൾ ഷേപ്പിലൊരു മാർക്ക് കിട്ടും. ഇനി ആ സർക്കിൾ ഷേപ്പ് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ പെയിൻ്റ് ആക്കി കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബ്രഷ് പെൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കളർ ചെയ്താൽ മതി. ഇനി ഒരു കണ്ടെയ്നറിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ പെയിൻറ് ചെയ്ത് വെച്ച ആ ഒരു ടിഷ്യൂ പേപ്പറില്ലേ, അതിൻ്റെ എല്ലാ സൈഡും വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാ ചെയ്യുന്നതെന്നല്ലേ, ഇതിലുള്ള കളറൊന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് ഡ്രൈ ആവാൻ വെക്കണം. നല്ല രീതിക്ക് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്ലവറിനുള്ള പെറ്റലാണ്. ഇനി ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക. കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ഒന്നും എടുക്കാതിരിക്കുന്നതാണ് നിങ്ങളുടെ തടിക്ക് നല്ലത്. ഇനി നമ്മുടെ റോസ് ഫ്ലവർ ഉണ്ടാക്കാനുള്ള പെറ്റൽസ് ഇതുപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആദ്യത്തെ ലെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഗ്ലൂ യൂസ് ചെയ്യണ്ട. ഇനി ഇതിൻ്റെ മുകളിലുള്ള ലെയർ ചെയ്യുമ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം വേണം പെറ്റൽസ് ഒട്ടിക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള പെറ്റൽസ് കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചൊട്ടിച്ച് എൻഡിലെത്തുമ്പോൾ അവസാനത്തെ പെറ്റൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ തന്നെ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ടാവും. ഇനി ഈ ഗ്ലാസ്സിൽ നിന്ന് ഫ്ലവർ നമ്മുടെ കയ്യിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. നമ്മുടെ റോസ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര അടിപൊളിയാവുമെന്ന് ഞാനും വിചാരിച്ചില്ല. ഇനി നെക്സ്റ്റ് എന്ത് ക്രാഫ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.